ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ ഇതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാസ്റ്റർ ഓയിലിനെ കുറിച്ചിട്ടാണ്. ആവണക്കെണ്ണ ഒരുവിധം എല്ലാവരും പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഓയിലാണ് കേട്ടോ കാസ്റ്റർ ഓയിൽ. അത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാസ്റ്റർ ഓയിലിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, റിക്നോളിക് ആസിഡുകൾ, വൈറ്റമിൻ ഇ, അമിനോ ആസിഡ്സ്, ഫിനോളിക് ആസിഡ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഓയിലാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻറ്റേർണലായിട്ടും ധാരാളം ഉപയോഗിക്കാറുണ്ട്, എക്സ്റ്റേണലായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. നമ്മളത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും വാതരോഗങ്ങൾക്കും കോൺസ്റ്റിപ്പേഷൻ മാറാനൊക്കെ, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുതിർന്നവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും അതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു അളവിൽ വേണ്ടിയിട്ടാണ് നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട്. കോൺസ്റ്റിപ്പേഷൻ മാറാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 ml തൊട്ട് 10 ml വരെയൊക്കെ നമുക്കത് കഴിക്കാം. അത് നമ്മൾ നമ്മുടെ നല്ലോണം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കോൺസ്റ്റിപ്പേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 5 ml മുതൽ 10 ml വരെ നമുക്ക് കഴിക്കാം. അത് നമ്മൾ ചെറു ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ നമ്മളിത് ചേർത്തിട്ട് നൈറ്റ് കഴിച്ചിട്ട് കിടക്കുക. പിന്നെ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഒരു വയസ്സ് പോലും തികയാത്ത കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ട് നമുക്കിത് ചെറു ചൂടോടെ ഈ എണ്ണ നമുക്ക് അവരുടെ അടിവയറ്റിലൊക്കെ തടവി കൊടുക്കാം കേട്ടോ. മാസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ തടവി കൊടുക്കാം. ഉള്ളിലേക്ക് പരമാവധി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനെങ്കിൽ നമ്മൾ അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് കൂടുതലായാൽ നമുക്ക് ഡയേറിയ പോലെയൊക്കെ ആവും. ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വന്നാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. മാസങ്ങൾ പോലും ആവാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പരമാവധി നമ്മളിതിങ്ങനെ വയറ്റിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഇത് നമ്മൾ ചൂടോട് കൂടിയിട്ട് നമ്മുടെ കുഴിനകം മാറാനൊക്കെ നഖത്തിൽ നമ്മളൊരു തുണിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴിനകമൊക്കെ പെട്ടെന്ന് മാറും. പിന്നെ നമുക്കിത് നമ്മുടെ ശരീരത്തിൽ ഡ്രൈനെസ് മാറാൻ ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ഈ ഓയിലെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഓയിലുകളെ അപേക്ഷിച്ച് ഈ ഓയിൽ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ്, ഭയങ്കര കട്ടിയുള്ളൊരു ഓയിലാണ് നമ്മുടെ ആവണക്കെണ്ണ. നമ്മളത് നമുക്ക് ശരീരത്തിൽ സൂറിയാസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇത് ശരീരത്തിൽ തേക്കാൻ നല്ലതാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസറായിട്ട് നിർത്തും. നമ്മുടെ സ്കിൻ നമ്മുടെ മേല് മാത്രമല്ല നമുക്കിത് മുടിയിലും തേക്കാം, തലയിലും തേക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൺപീലികൾ വളരാനും പുരികം വളരാനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ മുമ്പ് റോസ്മേരിയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ റോസ്മേരി ഓയിൽ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ ഈ ആവണക്കെണ്ണയുടെ കൂടെ ആ റോസ്മേരിയും കൂടി 2-3 തുള്ളി ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു ബഡ്സസ് നമുക്ക് കൺപീലിയിലും അതുപോലെ തന്നെ നമ്മുടെ പുരികത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ കൺപീലിൽ തേക്കാൻ നമുക്കൊരു കാരണവശാലും പേടിക്കേണ്ട, ഉള്ളിലോട്ടായാലും പ്രശ്നമില്ല. കാരണം നമ്മളിത് കൺമഷിയൊക്കെ ഉണ്ടാക്കുന്നതിൽ ആവണക്കെണ്ണയൊക്കെ ആഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലോട്ടായാലും നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൺപീലി വളരാനും പുരികം വളരാനൊക്കെ നല്ലൊരു ഇതാണ്. നമുക്കത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മാറ്ററിയാം. ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഓയിലല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓയിലാണ്. പിന്നെ നമ്മളിത് തലയിൽ തേക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ നമ്മൾ ഏത് ഓയിൽ തേക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഒപ്പം ഈ ഓയിലും കൂടി ഈ ഓയിൽ എപ്പോഴും തലയിൽ തേക്കുമ്പോൾ നമ്മളൊന്ന് ചൂടാക്കിയിട്ട്, അപ്പോൾ ചൂടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഓയിലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. ആ തിക്കായിട്ടുള്ള ആ ഒരു ഇത് മാറിയിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ഓയിലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും നമ്മളത് ചൂടാക്കി കഴിയുമ്പോൾ. അത് എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണോ നമ്മൾ തലയിൽ തേക്കുന്നത് ആ ഓയിലിൻ്റെ കൂടെ നമുക്ക് തലയിൽ തേക്കാം കേട്ടോ. നമ്മൾ എപ്പോഴും മുടിയിൽ തേക്കണമെന്നില്ല, തലയോട്ടിയിൽ തേച്ചാൽ മതി. ആവണക്കെണ്ണ മുടിയിൽ തേക്കുമ്പോൾ അത് ഭയങ്കര നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കണ പോലെ തോന്നും നമുക്ക്. അത് നമുക്ക് തലയോട്ടിയിൽ മാത്രം തേച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് മുടി കറക്കാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നല്ലൊരു ഹെയർ ഓയിലും കൂടിയിട്ടാണ് കേട്ടോ ആവണക്കെണ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആവണക്കെണ്ണയെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ചെടിയും കാര്യങ്ങളും എല്ലാതും. അപ്പോൾ ഈ ചെടിയിൽ നിന്ന് അതിലൊരു കായ കാണാം. നമുക്ക് ആ കായയുടെ ഉള്ളിൽ ഇതിൻ്റെ വിത്തുണ്ട് പോലത്തെ സംഭവം ഉണ്ട്. അത് നമ്മൾ ആട്ടിയെടുത്തിട്ടാണ് അത് നമ്മൾ ഈ ഓയിൽ എടുക്കുന്നത്. ഈ ചെടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കാണാം കേട്ടോ. വേലിയിൽ ഉള്ളിലും കാട് പോലെ കിടക്കുന്ന പ്രദേശത്തൊക്കെ നമുക്ക് ഈ ചെടി ധാരാളമായിട്ട് കാണാൻ പറ്റും.
ഇപ്പോൾ ഇതിൻ്റെ ആവണക്കെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്കൊരു വീട്ടിൽ ആവശ്യമുള്ളൊരു സാധനമാണ് ആവണക്കെണ്ണ എന്ന് പറയുമ്പോൾ. നമുക്കിപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ സാധാരണ എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. നമ്മൾ മാസത്തിലൊരിക്കൽ വയറിളക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ വയറിളക്കാനൊക്കെ ഇത് ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് കേട്ടോ. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ വയറിളക്കാൻ എന്നും മരുന്ന് കഴിക്കുന്നത് നല്ലതല്ല. നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് തലേദിവസം കുടിച്ചിട്ട് ചൂടുള്ള വെള്ളത്തിലോ പാലിലൊക്കെ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ്. നമ്മളിത് എന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.